ഭരണം മാറിയാലുള്ളത് തന്നെയാണ്. രണ്ട് പ്രാവശ്യം രാത്രിയിൽ 2 പ്രാവശ്യം കറണ്ട് പോകുന്നുണ്ട് എന്നുള്ള സത്യം. പുതിയ സർക്കാർ മാറുമ്പോൾ അവരിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഉൽപാദനത്തിൽ കുറയാനോ പുതിയത് ഉണ്ടാക്കാനുള്ള സമയം വന്നിട്ടില്ല. അപ്പൊ അതിൽ ആരോപണത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. വർദ്ധിച്ചതായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയൊരു പവർ കട്ടൊക്കെ ജനങ്ങൾ താങ്ങിയല്ലേ പറ്റുള്ളൂ. സർക്കാർ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓരോരു മാറ്റം വരുന്നു വിചാരിക്കുന്നു. തുടങ്ങുമ്പോഴേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കറണ്ട് എങ്ങനെയാ കിട്ടുക? സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരലല്ലോ. കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ കറണ്ടിനുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആദ്യം ഭരിച്ച ആൾക്കാരും മറ്റേ ഭരിച്ച ആൾക്കാർ ഉത്ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കറണ്ട് ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വന്നു പോവുക. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കറണ്ട് എന്ന് പറഞ്ഞ പ്രശ്നം ഒരു സെക്കൻഡ് പോലും പോയിട്ടില്ല. ഒരു ഇൻവെർട്ടറിന്റെ ആവശ്യമില്ല. പക്ഷെ അന്നത്തെ പവർ കട്ട് അറിയാതെ പവർ കട്ട് ആയിരുന്നു. പല സമയങ്ങളിലായിട്ട് 10 മണിക്കൂർ 8 മണിക്കൂർ. ഇപ്പൊ ആകെ അരമണിക്കൂർ പവർ കട്ടേ ഉള്ളൂ. അത് കട്ടെന്ന് പറയാനും ഇല്ല. പിന്നെ രാത്രി 9 മണിക്ക് പോയാൽ അരമണിക്കൂർ 35 മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ, ചിലപ്പോൾ കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാര്യം. ആദ്യത്തെ ഭരണമുള്ള സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പത്തെ ഈ ഭരണം വന്ന ശേഷം ഇടക്കിടക്ക് കട്ടാണ്. പല തരത്തിലും നമ്മൾ ബുദ്ധിമുട്ട് നൽകിയിരിക്കുന്നല്ല. ഇതിൽ കറണ്ട് ഇല്ലാതെ ഈ ഒരു കളി കളിക്കേണ്ട ആവശ്യം ഇപ്പം എന്താ ഉണ്ടായിരുന്നു? സത്യമായിരിക്കും മഴ കുറവായതുകൊണ്ടേക്കും സർക്കാർ കയറിയിട്ടല്ലേ ഉള്ളൂ. സർക്കാർ മാറിയാലെങ്കിലും നല്ലതാവും വിചാരിച്ചു. ഇപ്പൊ അതിലും കഷ്ടം. കച്ചവടത്തിന് ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇത്. കറണ്ടില്ല ഞാൻ പോയില്ലേ. ഒരു 5 വർഷം അനുഭവിക്കുക, അടുത്ത 5 വർഷം മാറുമെന്ന് നോക്കാം. പക്ഷെ പ്രതിപക്ഷം പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ കറണ്ട് കയറ്റം വളരെ കുറവായിരുന്നു. വർദ്ധിച്ചായി തോന്നുന്നുണ്ട്. കാരണം മാറിയതിനെ കൊണ്ട് പവർ കട്ട് ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അത് വേറെ എന്തെങ്കിലും കാരണം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവാം, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ അന്നത്തെ പവർ കട്ട് അറിയാതെ പവർ കട്ട് ആയിരുന്നു. പല സമയങ്ങളിലായിട്ട് 10 മണിക്കൂർ 8 മണിക്കൂർ. ഇപ്പൊ ആകെ അരമണിക്കൂർ പവർ കട്ടേ ഉള്ളൂ. അത് കട്ടെന്ന് പറയാനും ഇല്ല. മറ്റത് രാവിലെ പോയ രാത്രിയേ വരുള്ളൂ കട്ട്. അപ്പോൾ ഫുൾ ടൈമും കട്ട് തന്നെയാണ് അത്. അപ്പൊ അങ്ങനത്തെ കട്ടില്ല. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കറണ്ട് എന്ന് പറഞ്ഞ പ്രശ്നം ഒരു സെക്കൻഡ് പോലും പോയിട്ടില്ല. ഒരു ഇൻവെർട്ടറിന്റെ ആവശ്യമില്ലായിരുന്നു. ഇതിപ്പം 2 മണിക്കൂർ. ഇപ്പം ഞാൻ അവിടെ ഒരു ബാർബർ ഷോപ്പാണ്. ഇന്നിപ്പോൾ അരമണിക്കൂർ പോയി. കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിന്റെ ലൈനാണ്. പക്ഷെ ഇതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം പണ്ട് സീതിയായി ചോദിച്ചില്ലേ കടലിന് മഴ പെയ്യുന്നത് മഴ ഉണ്ടായിട്ടാണോ? അതേ ഓർത്താണ് അല്ലേ? തീർച്ചയായിട്ടും ഭരണം മാറിയാലുള്ളത് തന്നെയാണ്. 2 പ്രാവശ്യം രാത്രിയിൽ 2 പ്രാവശ്യം കറണ്ട് പോകുന്നുണ്ട് എന്നുള്ള സത്യം. എല്ലാം ബുദ്ധിമുട്ടുണ്ട്, വെള്ളമില്ലായ്മയുണ്ട്, എല്ലാം ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു ഭരണം മാറിയപ്പോൾ ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാ പറയുന്നത്. പിണറായി തന്നെയാണ് നല്ലതെന്നുള്ളത്. കറണ്ട് ഇല്ലാഞ്ഞാല് ചിലപ്പോ മിക്സി അടിക്കുന്ന സമയത്ത്, ഇസ്തിരി ഇടുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലൊക്കെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ 7 മണിക്കൊക്കെ കറണ്ട് വന്നോണ്ടും പോയോണ്ടും കളിക്കുമ്പോഴേ നമുക്ക് അതിനൊന്നും കഴിയൂലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ പോക്ക്. പിന്നെ രാത്രി 9 മണിക്ക് പോയാൽ അരമണിക്കൂർ 35 മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ, ചിലപ്പോൾ കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാര്യം. അങ്ങനെ തന്നെയാണ്. അതിന്റെ മുന്നേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി പിണറായി സർക്കാരാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. ഇനിയിപ്പൊ ഭയങ്കര പ്രശ്നമാണ്. ആദ്യത്തെ ഭരണമുള്ള സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പത്തെ ഈ ഭരണം വന്ന ശേഷം ഇടക്കിടക്ക് കട്ടാണ്. പല തരത്തിലും നമ്മൾ ബുദ്ധിമുട്ട് നൽകിയിരിക്കുന്നല്ല. ഇതിൽ കറണ്ട് ഇല്ലാതെ ഈ ഒരു കളി കളിക്കേണ്ട ആവശ്യം ഇപ്പം എന്താ ഉണ്ടായിരുന്നു? ആരും എങ്ങനെയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പത്തെ ഈ ഒരു പുതിയ ഭരണം വന്ന ശേഷം ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ബുദ്ധിമുട്ടുകാരനൊക്കെ ബുദ്ധിമുട്ടല്ലേ. കറണ്ട് കട്ടായ പിന്നെ എന്താ ചെയ്യാം? 10 വർഷം കറണ്ട് കട്ടില്ലേന്. ഇപ്പൊ കറണ്ട് എന്നാലും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കുറച്ച് കറണ്ട് കട്ട് വന്നിന്. ഇപ്പം കറണ്ട് കട്ട് 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. സത്യമായിരിക്കും മഴ കുറവായതുകൊണ്ടേക്കും സർക്കാർ കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, എങ്കിലും ശരിയാവും. രാത്രി പോകുന്ന കാരണം ഇപ്പം ഒന്നാമത് കൊതുകിന്റെ ശല്യം കൊണ്ട് കുറെ ഫാനിട്ടിട്ടൊക്കെ സർക്കാർ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓരോരു മാറ്റം വരുന്നു വിചാരിക്കുന്നു. തുടങ്ങുമ്പോഴേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അന്നും കട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക്. അത് പറയാതെ കട്ടാണ്. സർക്കാർ തന്നെ കുറ്റം പറയാൻ പറ്റില്ല. എന്താണെന്ന് അറിയില്ല. സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സംവിധാനം കണ്ടിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് കറണ്ട് പോകുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പുതിയ സർക്കാർ മാറുമ്പോൾ അവരിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഉൽപാദനത്തിൽ കുറയാനോ പുതിയത് ഉണ്ടാക്കാനുള്ള സമയം വന്നിട്ടില്ല. അപ്പൊ അതിൽ ആരോപണത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഭരണഘടന വന്നതുകൊണ്ട് കറണ്ട് അവര് മനഃപൂർവ്വം കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതല്ല പുതിയത് ഉണ്ടാക്കാനുള്ള സമയം ആയിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വാദഗതിയോട് നമുക്ക് ബാലിശായിട്ടേ തോന്നുന്നു. അതിനെപ്പറ്റി കുറെ സാങ്കേതിക അറിയില്ല. എന്തായാലും ഒരു പുതിയ ഗവൺമെന്റ് വന്നാൽ അവരിത് കറണ്ട് പിടിച്ചു വെച്ച് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ 10 വർഷവും കറണ്ട് കട്ടില്ലാതെ കൊടുക്കാൻ മാത്രം കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തുടർച്ച തന്നെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അത് കട്ട് ചെയ്യാൻ ഒരു പുതിയ സർക്കാർ തയ്യാറാവും തോന്നുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത് വ്യക്തമായി പറയില്ല. മഴ കുറവുള്ളത് കൊണ്ട് ഒരു പക്ഷേ സാങ്കേതികമായിട്ട് കറണ്ട് കുറവ് വന്നിട്ടുണ്ടാവാം. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് വന്നു പോവുക. അങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെ 10 വർഷം ഇല്ലേനല്ലോ. കഴിഞ്ഞ 10 വർഷം ഇല്ലായിരുന്നല്ലോ. വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ട് ഞങ്ങൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോരുത്തർ പറയുന്നതാണ്ടില്ല ബുദ്ധിമുട്ട്. കറണ്ട് കട്ട് ഇപ്പോൾ
രാത്രി കാലങ്ങളിൽ കറണ്ട് ഇല്ലാഞ്ഞുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുന്നില്ല. അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാവാന്നുള്ളത്. അനുഭവിക്കുക, ഒരു 5 വർഷം അനുഭവിക്കുക, അടുത്ത 5 വർഷം മാറുമെന്ന് നോക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകലുണ്ട്, അരമണിക്കൂറെങ്കിലും കറണ്ട് കട്ട് ഉണ്ടാകലുണ്ട്. ശരിയുണ്ട്, പ്രതിവർഷം മരിക്കുന്ന നേരം കറണ്ട് കട്ട് വളരെ കുറവായിരുന്നു. കറണ്ട് കട്ട് ഇല്ലാതെ തന്നെ പറയുന്നത്. സർക്കാർ മാറിയതെന്ന് പറഞ്ഞുകൂടാ, അതിൻ്റെതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രതിവർഷം പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ കറണ്ട് കട്ട് വളരെ കുറവായിരുന്നു. വർദ്ധിച്ചതായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയൊരു പവർ കട്ടൊക്കെ ജനങ്ങൾ താങ്ങിയല്ലേ പറ്റുള്ളൂ. എന്തായാലും കറണ്ട് വേണമല്ലോ. അപ്പൊ നമുക്ക് കറണ്ട് എങ്ങനെയാ കിട്ടുക? സ്വിച്ച് ഇട്ടാ കറണ്ട് വരലല്ലോ. കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ കറണ്ടിനുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ആദ്യം ഭരിച്ച ആൾക്കാരും മറ്റേ ഭരിച്ച ആൾക്കാർ ഉത്ബോധം ഉൾക്കൊണ്ടുകൊണ്ട് കറണ്ട് ഉണ്ടാക്കേണ്ടിയിരുന്നു. അപ്പൊ നമുക്ക് ആകെ കിട്ടിയത് കൂടംകുളത്തുനിന്ന് മാത്രമാണ് കുറച്ച് കറണ്ട് കിട്ടിയത്. അത് നമുക്ക് ഇവിടെ കൂടംകുളത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതല്ലാതെ കറണ്ട് കൊണ്ട് സ്വിച്ച് ഇട്ടാൽ കിട്ടൂല. പിന്നെ സോളാർ പരിപാടി കൂടിയാണ് കുറച്ച് കിട്ടുന്നത്. അതല്ലാതെ കറണ്ട് കട്ട് ഒരാൾ പോയി കറണ്ട് കട്ട് കൂടി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് വിവരക്കേണ്ട ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. സർക്കാർ മാറിയാലെങ്കിലും നല്ലതാവും വിചാരിച്ചു. ഇപ്പൊ അതിലും കഷ്ടം, പിണറായിനേക്കാളും കഷ്ടമായിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് കളി കാണുമ്പോഴാണ് കട്ടാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. സർക്കാർ പ്രൊഡക്ഷൻ കൂട്ടുക, പിന്നെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടികളും കാര്യങ്ങളായിട്ട് കൂടുതൽ ഇറങ്ങിയല്ലോ. അപ്പൊ അതിൻ്റെതായതാന്ന് തോന്നുന്നു. അതെ അതെ, കറക്റ്റ് കളി കാണുമ്പോഴാണ് പോകുന്നത്. രാത്രി കിടക്കാൻ റൂമിനുള്ളിൽ കിടക്കണ്ടേ? എന്നാൽ ഞാൻ ഇവിടുത്തെ നാട്ടുകാരനല്ല, വയനാട്ടുകാരനാണ്. നമ്മുടെ നാട്ടില് തണുപ്പാ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര ചൂടാ. രാത്രി കിടക്കാൻ ബുദ്ധിമുട്ടാ. അങ്ങനെയല്ല, നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളത് 10 മിനിറ്റ് ഇപ്രാവശ്യം അരമണിക്കൂർ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു. ഓരോരോ വാർഡിലാണ് ഓരോരോ അര മണിക്കൂർ ഡെയിലി കറണ്ട് കട്ടാ. ഇന്നലെ ഒന്നുമില്ല, അത് എപ്പോഴെങ്കിലും ആവുന്നുള്ളൂ. കളി രാത്രിയാണ് നടക്കുന്നത്. കറണ്ട് ഒരു 9 മണി 10 മണി 8 മണി ആ സമയമാണ് പോകുന്നത്. നിലവിലിപ്പോ നമ്മക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നോർമലൊരു പവർ കട്ട് എങ്ങനെയായാലും വേണമല്ലോ. കേരള ആണല്ലോ, കേരള ആകുമ്പോ പവർ കട്ട് ഏറ്റവും വേണം. ബുദ്ധിമുട്ടുകൾ നമുക്ക് നിലവിലിപ്പോ 4-5 വർഷമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ പെട്ടെന്നാണല്ലോ വീണ്ടും കറണ്ട് കട്ട് സംഭവിച്ചത്. നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ട്. തമിഴ്നാട്, കർണാടക അങ്ങനത്തെ അവിടുന്ന് നമ്മൾ തൽക്കാലികം നമ്മൾ കറണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് കറണ്ട് അവർ കുറച്ചേച്ച് നമ്മളെ കട്ട് ചെയ്തിട്ട് അവർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കറണ്ട് കട്ടാക്കി തോന്നുന്നത്. ഇതുവരെ ഒരു 10 വർഷമായിട്ട് കറണ്ട് കട്ട് ഇവിടെ ഇല്ലായിരുന്നു. പുതിയ സർക്കാർ വന്നതിനെ കൊണ്ടാണ് ഈ കറണ്ട് കട്ട് വന്നത്. വർദ്ധിച്ചു പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇതുണ്ട്, രാത്രിയിൽ ഇടയ്ക്ക് ഒരു കട്ട് ഉണ്ട്. കറണ്ട് കട്ട് ഇല്ല എന്ന് പറയാ. അവര് അതിന് മുന്നത്തെ UDF സർക്കാർ നമുക്ക് കറണ്ട് ചുരുങ്ങിയ റേറ്റിന് വാങ്ങിച്ചിരുന്നു. ഇവരത് അതിൽ കൂടുതൽ റേറ്റിന് വാങ്ങിച്ച് സപ്ലൈ ചെയ്യുന്നു. അതിപ്പോ നമ്മള് ഒരാളോട് പലിശക്ക് കണം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നതിന് വലിയാണ്. അതിപ്പോ ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പൈസ അത്രയും അടയ്ക്കല്ലേ. കറണ്ട് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കളി കാണാനൊക്കെ വെച്ച് വരുന്നത്. അതേപോലെ നമുക്ക് പിന്നെ ഈ വൈകുന്നേരം സമയങ്ങളിൽ വരുന്നത് ഭയങ്കര ഇടങ്ങാറാണ്. എങ്ങനെ പറയാൻ പറ്റില്ല. ഈ സർക്കാർ ഇപ്പോൾ ഇവർ വന്നിട്ടല്ലേ ഉള്ളൂ. നോക്കാം, ആരും വിലയിരുത്താനായില്ലല്ലോ. ഇപ്പോൾ കറണ്ട് കട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സർക്കാർ മാറുമ്പോൾ കുറച്ച് കാരണമുണ്ട്. ഇതുവരെ പണ്ടത്തെ സർക്കാർ ഏറ്റവും 10 കൊല്ലം ഭരിച്ചത് കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ടില്ല. അവർക്കൊട്ട് ഇന്നലെ രാത്രി 2 പ്രാവശ്യം ഇവിടെ കറണ്ട് പോയി. കച്ചവടത്തിന് ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇത്, കറണ്ടില്ല ഞാൻ പോയില്ലേ. കറണ്ട് കട്ട് ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ നമുക്ക് അരമണിക്കൂർ ഇടപെട്ടിട്ടുള്ള കറണ്ട് കട്ട് വരുന്നത്. പൊതുവെ വർദ്ധിച്ചതായിട്ട് പഴയ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ വർദ്ധിച്ചതായി തോന്നുന്നില്ല. ഇപ്പോഴ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കട്ട്. ഞാൻ പറഞ്ഞ പോലെ പുതിയ ജനറേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊക്കെ പിന്നെ അത് കുറെ കാലം നമ്മൾ കട്ടിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതല്ലേ. എന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ 1 മിനിറ്റ് പോകുമ്പോഴേക്ക് ജനങ്ങൾക്ക് ചൂടാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. AC അതൊക്കെയുള്ള കാലഘട്ടമായില്ലേ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വൈകുന്നേരം കിടക്കുമ്പോഴാണ് കറണ്ട് കട്ടാവുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് കുട്ടികളുള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസമല്ലേ. ഇന്നലെ നമ്മളവിടെ വൈകുന്നേരം പോയി, രാത്രിയും പോയി. 10:30 മണിക്ക് പോയി രാത്രി. സാധാരണ കറണ്ട് കട്ട് ഇന്ന് വരെ ഇല്ലാത്തല്ലേ. 10:30ക്കൊക്കെ ഇടയ്ക്ക് കറണ്ട് വരും, ഇടയ്ക്ക് പോകും. അത് നമ്മൾ ചിലപ്പോൾ 19-12 വിളിക്കും. അങ്ങനെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പിന്നീട് കറണ്ട് പ്രവർത്തിക്കും. ഇങ്ങനെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ പ്രവർത്തനം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ സർക്കാരാണ്, സർക്കാരിനെ കുറ്റം പറയുന്നില്ല. അപ്പോൾ